ചക്ക മഹോത്സവം സംഘടിപ്പിക്കാം. അതെ, ഒരു കട്ടി ചാക്കി ചോക്കണ ആളോടാണ് അപമാനിക്കരുതില്ല അങ്ങനെ ചോദിച്ചിട്ട്. നോമ്പ് ഇത് മിനിഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യത്തിന് ബെല്ലം ഒരുക്കുന്നുണ്ട്. ഇത്രയും പണി ചേച്ചിതാ. താമരശ്ശേരിയിലെ ആണുങ്ങളൊക്കെ ഭാര്യമാരെ സഹായിക്കുന്നവരാണ്. അതൊരു നാണക്കേടായിട്ട് വിചാരിക്കണവരല്ല. പച്ചക്കറി സദ്യക്ക് പോയി ഞങ്ങള് പച്ചക്കറി പറഞ്ഞു പോലും. തന്നെ അയ്യോ അയ്യോ അതൊക്കെ മഹാപാപം. 3 കൊല്ല നിങ്ങളുടെ ചേട്ടൻ പെണ്ണ് കാണാൻ നടന്നിട്ടുണ്ടല്ലേ? ആ പെണ്ണ് കാണാൻ പോയ പെൺകുട്ടി തെങ്ങിന്റെ മുകളിൽ നിന്നല്ല ഇറങ്ങി വന്നത്. തെങ്ങ് കയറാൻ പോയിട്ടുണ്ട്. ഡ്രൈവർ പറയ സ്റ്റീറിങ് വെട്ടണു. ലാസ്റ്റത്തെ അടിക്കാണ്. ചേട്ടനെ നോക്കിയിരിക്കണോ? ഇവൻ മലയാളം പഠിച്ചു. പക്ഷെ നമ്മുടെ അവിടെ ഒരു ഒട്ടാള് ബംഗാളി ഭാഷ പഠിച്ചില്ല. അയ്യോ പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് അല്ലാണ്ട് വീട്ടിലേക്ക് പോകണം കേട്ടാ. ഇവിടുന്ന് കൊറേ ചക്ക ഇട്ടുകൊണ്ട് പോയിട്ടായിരുന്നു. ചക്ക 4 ദിവസം മുമ്പേ കോക്കു ചക്കയിടാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അരും കോക്കു. അപ്പോൾ കുറേ ചക്കകള് 3 ചക്ക രാജലക്ഷ്മി ചേച്ചി കൊണ്ടുപോയി. പിന്നെ ചെറിയേട്ടനും ചെറിയേട്ടനും അല്ല ചേട്ടനും ഉണ്ണി ഇങ്ങനെ സൈഡ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ കൊണ്ടുപോണ്ട. എനിക്ക് ഇങ്ങനെ സൈഡ് പിടിച്ചുകൊണ്ടൊക്കെ ഈ സൈഡ് കൂടെ പിടിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് നടന്നോ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ നടക്കട്ടെ. കുഴപ്പമില്ല, ചെരിഞ്ഞ് നടന്നാൽ മതി. ജഗ്ഗുവാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ജഗ്ഗു ഷൂട്ട് ചെയ്ത് നടക്കാം ബാക്കിലേക്ക്. അപ്പൊ എനിക്ക് പേടിയാവാ ബാക്കിലേക്ക് വന്ന് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോ. അപ്പോ അന്ന് രാജലക്ഷ്മി ചേച്ചി 4 ചക്ക കൊണ്ടുപോയി. ബാക്കി പിന്നെ ആരാ ചെറിയേട്ടൻ 2 കൊണ്ടുപോയി. ബാക്കി എല്ലാം അല്ലചേട്ടൻ കൊണ്ടുപോയി. അല്ലചേട്ടൻ 2 വട്ടം അതിന്റെ ഇടയിൽ ചക്ക വരട്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നു കേട്ടോ. ജാതി ടേസ്റ്റാ അല്ലചേട്ടൻ ഉണ്ടാക്കുന്ന ചക്ക വരട്ടിയത്. അപ്പോൾ ആ ചക്കകളും അല്ലചേട്ടൻ ബാക്കി കൊണ്ടുപോയ ചക്കകളുണ്ടല്ലോ അത് വരട്ടാൻ പോവാ. അപ്പൊ ഇപ്പം അല്ലചേട്ടൻ വന്ന് വിളിച്ചു അത് ചെയ്യാൻ. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ചക്ക വരട്ടണത് ഇപ്പൊ കാണാനത് വലിയ ഇതല്ല, പക്ഷെ നമ്മളുടെ പ്രേക്ഷകർക്കാണെങ്കിൽ അല്ലചേട്ടനെ കാണുന്നതും ഒരു സന്തോഷമാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയേട്ടൻ അവിടെ ചെറിയേട്ടനും വരും. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു ചക്ക മഹോത്സവം. അതെ, ചക്ക വരട്ടൽ അപാരതയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്ന് വിചാരിക്കണു. എന്തൊട്ടൊക്കെ ഉണ്ടാവാൻ പോണെന്നൊന്നും ദൈവം തമ്പുരാന് മാത്രം അറിയുള്ളൂ. അത് നമ്മുടെ എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ് എടുക്കാൻ പോകുമ്പോ. അതിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. അപ്പൊ ഓക്കെ, ഉച്ച തിരിഞ്ഞു കേട്ടാ. ഇന്ന് ചുള പറിച്ച് വേവിച്ച് വെക്കുള്ളൂ. ബാക്കി പണികൾ നാളെ ഉള്ളു. ഒന്ന് പല്ലചേട്ടൻ പണി കഴിഞ്ഞിട്ട് എപ്പോഴെത്തിയേ? അത്ര നേരമായിട്ടുള്ളൂ അല്ലേ? പറഞ്ഞോ. വന്ന വഴിക്ക് ചക്ക അലുവിണ്ടാക്കണേന് ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം. ചേച്ചി ഉണ്ടാക്കിയത് ചേച്ചി പിടിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. നീയും കഴിക്കും, നീ കഴിക്കില്ലേ? എന്നിട്ട് വീഡിയോ എടുക്കാൻ റെഡിയാന്നല്ലേ? ഞാൻ പറഞ്ഞോടി നീ കഴിക്കും. ചക്കുണ്ണിയപ്പ സാരിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല. നിലത്തിരുന്നിട്ടാ ചീഞ്ഞൂല്ലേ വീണ് തന്നെ ഭാഗവും. കൊറേ ചക്ക ഉണ്ടാവും. ഞാൻ മറ്റേ ചക്കകൾ പഴുത്തിട്ടില്ലേ? നല്ല രസമുണ്ട്. അറിയാണ്ടൊരു പ്രശ്നം ജഗുവിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചക്ക നന്നാക്കുന്നത് സരിതയും അല്ലെണ്ണം കൂടിയിട്ടാണ്. ഞാൻ വർത്താനം പറയായിരിക്കും. വർത്താനം പറഞ്ഞത് വായോണ്ടല്ലേ? ചക്ക ചുള പറക്കൽ ചേട്ടന് ചെയ്യാലോ. നല്ല ഹൈറ്റിൽ നിന്ന് അവര് കയറ് കെട്ടി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ കയറഴിഞ്ഞിട്ട് വന്നാ വീണു ഈ ചക്ക. കൊറേ ഭാഗം ചീഞ്ഞു അത് കാരണം. അയ്യോ, അങ്ങനെയാണെങ്കിൽ സുജിത ഒരെണ്ണം കൊണ്ടുപോയിണ്ടായിരുന്നു. അവിടെ ഒരെണ്ണം കൊത്തിയിട്ട് നിൽക്കുന്നുണ്ട്. അതേ 2 ദിവസം കഴിയുമ്പോഴേ വീട്ടില. അല്ല ചക്കകൾ വീണു തുടങ്ങി പഴുത്ത്. അത് അവസാനാവാറ് പെട്ടെന്ന് ആവാറല്ലേ? ചേച്ചി അവിടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാ. അതെന്നെ ഒളിച്ചു നിന്നിട്ട് നോക്ക ചേച്ചി. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തരാം. അയ്യോ കൊറേ പോയില്ലേ?
എന്നാലും നമുക്കുള്ളതുണ്ടാവും. ആ ഒരു അന്നത്തെ ഇവിടുത്തെ ഉരുളിയിൽ വെക്കാനുള്ളതുണ്ടാവും. ആ അന്നത്തെ വരട്ടിയത് കഴിഞ്ഞാ കഴിഞ്ഞാ അല്ല കൊടുത്തൂല്ലേ? ഞാൻ മുറിച്ചാരനാ ഒരു കട്ടി ചാക്കി ചോദിക്കണ ആളോടാണ് ചോദിക്കും. അപമാനിക്കരുതില്ല അങ്ങനെ ചോദിച്ചിട്ട്. ഇത് മുറിച്ചില്ലാണ്ടായ ഒരു കാലം അതാണ് എടുത്തിട്ട് വന്നോ അവിടെ ഉണ്ട്. അത് പക്ഷെ ഇതിലൂടെ ഹൈറ്റ് ഉണ്ട്. ഇത്ര ഹൈറ്റാ പാടല്ലോ. ആ ഹൈറ്റ് കൂടുതലാണല്ലേ അവിടെ ആ അടുപ്പില് ഇത് ചെയ്യുമ്പോ അത് പാകാ. ആ ഉയരം പാകാ. പക്ഷെ ഇങ്ങനത്തെ വല്ല പണി ചെയ്യായിരിക്കുമ്പോഴേ ഇതാണ് ഇത്ര ഹൈറ്റാ വേണ്ടോ. ഇപ്പൊ എന്നാലും ചേട്ടൻ വാങ്ങിച്ചോണം തന്നത് ഞാൻ കണ്ട 450 സാധനത്തിന് 220 ഞാൻ നല്ല നോക്കിട്ട് വാങ്ങിച്ചല്ലേ. അപ്പൊ എന്നോട് ആ കടക്കാരി ചോദിച്ചു ഇതിനൊരു ഹൈറ്റുള്ള വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് ഈ സ്റ്റൂള് വാങ്ങിച്ചാ പോരെന്ന് ചോദിച്ചു. ഈ മുട്ടുവില എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ. ജഗം ഇങ്ങടെ പോയേ ഇത് വന്നിട്ട് പോയില്ലോ. അങ്ങനെ ഞങ്ങൾ ഇരിപ്പായി ചക്ക നന്നാക്കാൻ. ആ വെള്ളം കയറി കുഴപ്പമില്ല. വെള്ളം ആക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടല്ലേ വേണ്ടത്. വെറുതെ ആ ഉള്ളിലത്തെ പോളകളെ വേണ്ട ഇതിന് മോള് നിങ്ങളെ ആ പോള മാത്രം ചവിടിയും കളയുണ്ടോ? വേറൊന്നും കളയാനില്ലേ. ഞങ്ങൾ അവിടുന്നേ ഒരു ചക്ക കൊണ്ടുവരും. പിന്നെ പച്ചച്ചക്ക അല്ല ചക്ക എന്ന് പറഞ്ഞ് അത് പറയാം പോത്തിറച്ചി വാങ്ങിച്ചു കൊണ്ടുവരും. എന്നിട്ട് പകുതി പോത്തിറച്ചിയും പകുതി ചക്കയും ഇവിടെ തരും. അല്ല ആ ചക്കര ചോളയും ഇങ്ങോട്ട് തരും. അവിടേക്ക് ചെറിയ എണ്ണ കൊടുക്കും. ചക്കര ചോളയും പകുതി ബീഫും അവിടെ കൊടുക്കും. അവിടുത്തെ ചക്ക ഊരും ഈ ചക്കന്ന് കിട്ടുന്ന ചക്ക ഊരും പകുതി ബീഫും ഇവിടേക്ക് കൊടുക്കും. എന്നിട്ടൊരു തീറ്റ മത്സരമല്ല, തീറ്റ മത്സരം ശേഷം എന്നിട്ടൊരു പാചക മത്സരം. ആരെയാണ് ഗംഭീരമാവാന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അത് കഥാനായകനത്തെ പോലെ പറയേണ്ടി വരുമോ? കഥാനായകനിൽ പറയില്ല ഞങ്ങളുടെ പായസത്തിന്റെ ഓരോരുത്തരും. ഞാനിത് മിഞ്ഞാന്നേ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ കടലപ്രഥമനെ വെല്ലാൻ ഇവിടെ ഒന്നിനാവില്ല. നോമ്പ് ഇത് മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പുളിച്ചു ഇന്ദ്രൻസ് ചോദിക്കില്ലേ? അപ്പൊ പുളിച്ചു പോയില്ലേ? മണി പുളിക്കും. മഴ പെയ്തു തുടങ്ങിയ ഇവിടെ പെട്ടെന്നൊന്നും വെള്ളത്തില്ല. അത്രയ്ക്കും കട്ടിയിലാണ് ഇവിടെ മുകളില് മരങ്ങൾ നമുക്ക് മുകളിൽ കൂടെ നിവർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അല്ല ചേട്ടൻ പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ ഈ 2 വട്ടം ചക്ക വരട്ടിയത് ആരാ? അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാ ഇവള് പണിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ പ്രാവശ്യത്തിന് വെള്ളം ഒരുക്കി തന്നിട്ടുണ്ട്. ഇത്രയും പണി ചേച്ചിതാ. നാളേര പല്ലല്ല ഉണ്ടാക്കിയ നാളേര ചെരിക്കിത് നമ്മൾ തന്നെ. രണ്ടാമത്തേന് ഇവള് നാളേരും ചെരി തന്നു. രണ്ടാമത്തെ അടുത്തുണ്ടാക്കിയത്. ഇതിനെന്താന്നുള്ളത് ഇത് ഇപ്പൊ മൂന്നാമത്തേന് ആക്കാൻ പോണത്. ഇത് വീഡിയോ കൊടുക്കണ ചേച്ചി എല്ലാം ചേച്ചി ചെയ്യാൻ വന്നിരിക്കുന്നില്ല. നമ്മള് ആദ്യം ചോള പറിക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേച്ചി. ചോള പറിക്കാനല്ല, ചോള എല്ലാം ഞാൻ ഇങ്ങനെ പറിച്ചിട്ട് കൊടുത്തു. അതിമത്തെ ചവണി കളയാ. അല്ല അതുകൊണ്ട് എനിക്ക് പരാതിയില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാനത് ഇന്ന് തുനിഞ്ഞിറങ്ങാന്ന് പറയില്ലേ. താമരശ്ശേരിയിലെ ആണുങ്ങളൊക്കെ ഭാര്യമാരെ സഹായിക്കുന്നവരാണ്. അതൊരു നാണക്കേടായിട്ട് വിചാരിക്കണവരല്ല. എന്തൊരു നാണക്കേട്. നമ്മളൊരു പണിയെടുക്കണത് ഒരു നാണക്കേടല്ലത്. വീട്ടിലത്തെ പണി അതിനൊരു കല്യാണം കഴിഞ്ഞപ്പോ പണിയെടുക്കാൻ തുടങ്ങിയത് എല്ലാവരും. മുന്നേ അമ്മേനെ സഹായിച്ച് വളർന്നതാ. അതുകൊണ്ട് ഇവർക്ക് ഭാര്യമാരെ സഹായിക്കാനും ഇവര് വേറെ എവിടേക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോയാലും ഇവര് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും എല്ലാവരും. ഇപ്പൊ ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ വിളമ്പണ ആൾക്കാരോട് പറയും നിങ്ങൾ വിളമ്പി ബുദ്ധിമുട്ടുണ്ടതൊക്കെ ഇവിടെ വെച്ച് നോൺ വെജ് സദ്യക്ക് പോയി ആട്ടാ. പച്ചക്കറി സദ്യക്ക് പോയി ആ വശത്തേക്ക് നോക്കി. പച്ചക്കറി സദ്യക്ക് പോയി ഞങ്ങള് പച്ചക്കറി പറഞ്ഞു പോരും. പച്ചക്കറി സദ്യ പണ്ടല്ല ഇപ്പൊ ആളുകളെ ഏൽപ്പിക്കില്ല കൂടുതല്. പണ്ട് നമ്മളും എല്ലാ വീടുകളിലും ഹെൽപ്പിന്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടത്തെ വരെ ഇതുകൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ വിചാരിച്ചിട്ട്. നീ എന്തുകൊണ്ട് ഞെട്ടിപ്പോയ? അല്ല നിങ്ങളുടെ തീറ്റ കണ്ടിട്ട്. ആരെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ശരിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടാവും. സാധാരണ വിരുന്നുകാർ പോകുമ്പോഴല്ലേ നമ്മൾ അത് എടുത്ത് തിന്നുള്ളത്. അവരിയ്ക്കുമ്പോഴേ തൊട്ട് തന്നെ
അവരൊപ്പം നമ്മള് തിന്നും. അതെ, അവരെ മുന്നേ നമ്മള് തിന്നണത് എന്തുണ്ടാ വെച്ചാ അവരൊന്നും വിഷമുള്ളതൊന്നും ഇല്ല എന്നുള്ളത് കാണിക്കാൻ. നിങ്ങള് വല്ല മന്ത്രിമാരും നല്ല സാധനമായിരിക്കണല്ലോ നമ്മള് ഗസ്റ്റിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവര് മാത്രം അല്ല, അത് മാത്രല്ല അവർക്ക് ജാളി ഇല്ലാണ്ടിരിക്കാൻ. അതായത് നമ്മൾ കൂട്ടത്തോടത്തിന് അവർക്ക് അവര് പറയാ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഒരു പ്രത്യേക ഒരു ഇത് കാണിക്കില്ലേ. അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ അവരെ ഒപ്പം നിന്നിട്ട് നമ്മള് തീറ്റ തുടങ്ങും. അവർക്ക് മനസ്സിലായി ഇവിടെ ഇടത്തിലേക്ക് കിട്ടില്ല, ഇനി മാറി നിന്നിട്ട് കാര്യമില്ല. ഇനി വല്ല വീട്ടിലേക്ക് വിരുന്ന് പോയാലോ ഭക്ഷണമേ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഇവര് പറയുന്നത് കാണിക്കുക. അല്ല, അപ്പോഴും നമ്മൾ മുൻപ് തന്നെ എടുക്കും. കാരണം ആ വീട്ടുകാർക്ക് അങ്ങനത്തെ ഒരു ഇത് പാടില്ല. നിങ്ങൾ തന്നത് നല്ല വസ്തുക്കളാണ് തന്നത് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് വരുത്തി കൊടുക്കും. അവിടെ ഒരു സ്ഥലത്ത് പോയാലും പിന്നെ അതല്ല നമ്മള് തിന്നത് ഇനി വേറൊരു ബന്ധുക്കൾ വന്ന് തിന്നാനായിട്ട് ബാക്കി ഉണ്ടാവാൻ പാടില്ല. അയ്യോ അതൊക്കെ മഹാപാപം. സാധാരണ മറ്റുള്ള സാധനങ്ങളില് ബാക്കി വരും. ഇനി വല്ല ചിപ്സ് സാധനങ്ങളാണെങ്കിൽ അവര് കുപ്പിയിൽ നിറച്ച് വയ്ക്കും. നമ്മൾ തിന്ന് ബാക്കിട്ട് വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കുക. അത് പൊട്ട സ്വഭാവമാണ് അല്ലേ? പണ്ട് ഒന്നും അവിടെ ബാക്കി വെച്ച് പോരില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് ഈ മറ്റേ കല്യാണ പാർട്ടികൾക്ക് ചേട്ടൻ മേജോരെ കൂടെ പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ വെച്ച എന്തിട്ട് മിച്ചറാ എന്തിട്ട് പൊതിഞ്ഞു കൊണ്ടുവന്നു. അതെല്ലാവർക്കും വിരുന്ന് പോയിട്ടൊക്കെ നമ്മൾ പെണ്ണിനെയോ കാണാൻ ചൂല്ല എന്നാ പോയത് മുതലാവണ്ടെന്ന് പറഞ്ഞിട്ട് ലഡു എന്തൊരു സാധനം പോഞ്ഞോണെന്ന് ചേച്ചിക്ക് ഓർമ്മയില്ല. നമുക്ക് രണ്ടാൾക്കും പോഞ്ഞോണെന്നത്. നമ്മുടെ കല്യാണത്തിനൊക്കെ കണ്ണാർക്കി പോയി. കണ്ണാർക്കി കാണാൻ പോയിപ്പോ അവര് നാടൻ ചക്ക വറുത്തത് ഇതൊക്കെ തന്നു. അവരകത്തി പോയി പോരുമ്പോ നമ്മളെന്തായാലും ഇങ്ങോട്ട് വരുന്നില്ല. അതപ്പടി പോയിഞ്ഞും പോക്കറ്റിലേക്ക് ഇട്ട് പോകുന്ന ആൾക്കാര് അവര് നിങ്ങക്ക് പെൺകുട്ടീനെ ഇഷ്ടായി എന്ന് പറഞ്ഞാലും കെട്ടിച്ചു തരില്ല. ഞാൻ താർത്തി പണ്ടാറങ്ങൾക്ക് കൊടുക്കില്ല ഞങ്ങളുടെ മോളെന്ന് പറയും. ഒരു അംബാസഡർ കാറിൽ ഞങ്ങൾ 11 പേരെ പോയത്. കണ്ണാറ 12 പേര് ഡ്രൈവർ അടക്കം. കയറ്റം വലിക്കാണ്ട് ആൾക്കാർ കുറച്ച് ഇറങ്ങി കണ്ണാറ കയറ്റത്ത്. അവരൊരു മലസൈഡിലായിരുന്നു. പയ്യനം 3 കൊല്ല നിങ്ങളുടെ ചേട്ടൻ പെണ്ണ് കാണാൻ നടന്നിട്ടുണ്ടല്ലേ? 3 കൊല്ല 4 കൊല്ല ഞാൻ ആദ്യം നടന്നു. അപ്പൊ കൊറേ നടന്നു കഴിഞ്ഞപ്പോ പ്രീതിയേച്ചിയുടെ കല്യാണം ആയി. ഒരു 2 കൊല്ലം നടന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. ഒരു വീട്ടില് ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിയുമ്പോഴത്തേക്കും പറ്റില്ല. അപ്പൊ പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് കാണാൻ പോയ പെൺകുട്ടി തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. തെങ്ങ് കയറാൻ പോയിട്ടുണ്ട്. അത് നമ്മുടെ പണിക്കാര് കളിയാക്കിയതാണ്. ഏത് കണ്ണാർക്കി പോയതാ? അവർക്ക് ഒരു 5 ഏക്കറിലധികം തെങ്ങും പറമ്പും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചെന്നപ്പോ അവര് നാളികേരുടെ ആയിരുന്നു. പെൺകുട്ടി നാളികേരം പറക്കി കൂട്ടി പറഞ്ഞു. പെണ്ണ് തെങ്ങുമ്മലായിരുന്നു. പെണ്ണിന്റെ 2 കാലിന്റെ തുടം മുഴുക്കിന് തൈമ്പാന്നും പറഞ്ഞു തെങ്ങുമേറിട്ട് മുഖല്ലേ കണ്ടേ പെണ്ണ് കാണാൻ പോയി. ആ പെണ്ണ് തുണി കുത്തിയാണോ കാണിച്ചേ? അതിന് സുരേഷ് രാജനിക്കിന്റെ ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ എത്ര പേര് കൂടിട്ട് ആരൊക്കെ കൂടി പോയേ? മാമ ഉണ്ടായിരുന്നു, പനവക്കിലത്തെ മാമൻ അല്ലേ? മാമ ഉണ്ടായിരുന്നു. 12 പേരുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ ഡേവിൻ ഉണ്ടായിരുന്നു. കാറിലിരിക്കുന്നില്ലേ? ഞാൻ പോയില്ല. ആൾക്കാർ ഇതിലെ കയറുമ്പോ അതിലിറങ്ങും. ആയിരം കോമഡി ആയിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഡ്രൈവർ പറയാ സ്റ്റീറിങ് വെട്ടണു. നമ്മുടെ കൊട്ടാരന്റെ പുതിയ അംബാസഡർ കാറായിരുന്നു. അതെപ്പോഴും പണി സ്ഥലത്ത് പറയും. അന്ന് പെണ്ണ് കാണാൻ പോയ കാര്യം ധർമ്മമുള്ള അത് ഏതിലും പറയാം. ഒരു സ്ഥലം അത് മറ്റേ ഞങ്ങള് ഇവിടേക്ക് പെണ്ണ് കാണാൻ പോയ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട് നമ്മള് വീഡിയോയില്. ഞങ്ങള് ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. നല്ല ഇവിടേക്ക് എവിടെയാ നമ്മുടെ ഈ ആ സ്ഥലം ഈ നെല്ലായി കഴിഞ്ഞിട്ട് പറപ്പൂക്കിരേ നെടുമ്പാളാ. പക്ഷെ ഈ പെണ്ണ് കാണാൻ പോയപ്പോഴേ പെൺകുട്ടിയുടെ മറ്റേ അവർക്ക് എരുമകളുണ്ട്, കുറേ എരുമകളുണ്ട്. എരുമകളൊക്കെ ഇങ്ങനെ കോൾപ്പാടത്തി ഈ കൃഷിയിടങ്ങളുണ്ട്. ഈ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പാടങ്ങളായില്ലോ നിറയെ പുല്ലുണ്ടാവും. അവിടേക്ക് അഴിച്ചിടും. അപ്പം അവരെ അമ്മാവുണ്ട്, പെൺകുട്ടിയുടെ അമ്മാവൻ പറയുന്നു ഈ എത്ര ബന്ധു വന്നാലും എന്ത് ബന്ധു വന്നാലും ഹർത്താൽ വന്നാലും
ചെക്കന് പണിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. 5 എരുമയുണ്ട്. അവരുടെ കാലത്ത് കറവ പുലർച്ചെ 4:30 കറവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്തേക്കാണ്ട് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 3 മണിയാകുമ്പോൾ 2 മണിയാകുമ്പോൾ കയറി വരും. അപ്പം എന്നെ കറക്കുക, പിന്നെ അവരുടെ വീണ്ടും വിടുക. അതായത് ജീവിക്കാനൊരു മുട്ട് വരില്ലാന്ന്. അല്ലെന്ന് പണി തൊഴിലില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന്. പിന്നെ അല്ലടം പറയുന്ന കുറേ നാൾക്ക് പെണ്ണ് കാണാൻ പോയി തുടങ്ങിയപ്പോൾ അതൊരു തമാശയായിട്ട് മാറിയെന്ന്. ഞായറാഴ്ചകളിൽ കാറ് വാടക കൊടുത്ത് തോറ്റു. അവസാനം പിന്നെ ബസ്സിലായ, പിന്നെ ബൈക്കുമ്പിലായി. ഞങ്ങളുടെ വീട്ടിലെ ചേട്ടനും പിന്നെ ആരാ വരുന്നായിരുന്നു? സ്കൂട്ടറും ബുള്ളറ്റ് ഉണ്ട്. അല്ല അല്ല ചേട്ടന്റെ കൂടെ ആരായിരുന്നു? അല്ലേട്ടൻ്റെ കൂടെ മാജോ അല്ലേ, മാജ്. ചെറിയേട്ടൻ മുന്നിൽ പോയി. അല്ലേട്ടൻ സ്കൂട്ടറും ബുള്ളറ്റാണ് കേട്ടാ. ഇവിടെ വലിയേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലങ്ങളോ അല്ലേ പെണ്ണ് കാണാൻ നടന്നേക്കണേ. മണികണ്ഠനല്ലായിരുന്നു. അപ്പോൾ കൊടകര വെച്ചിട്ട് കൊടകരയിൽ നല്ലായി കഴിഞ്ഞിട്ട് പോലീസ് വണ്ടി പിടിച്ചു, സ്കൂട്ടർ ഇവരെ സ്കൂട്ടർ പിടിച്ചു. അപ്പോൾ സ്കൂട്ടർ ചെറിയാൻ്റെ പേരിലാണ് സ്കൂട്ടർ. അപ്പോൾ SI ആരെടുത്തേക്ക് ചെന്നപ്പോൾ RC ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ RC ബുക്ക് അല്ലേട്ടൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആൾ നോക്കിയപ്പോൾ നിൻ്റെ പേരെന്നിട്ടാന്ന് ചോദിച്ചു. എൻ്റെ പേര് അനിൽ, ഇതാരാന്ന് ചോദിച്ചു. ഈ വണ്ടിയുടെ പേര് വണ്ടിയുടെ പേര് ഓണറുടെ പേര് ശശീന്ദ്രൻ എന്നാണ് അതിൽ കാണുന്നത്. ഇതാരും ചോദിച്ചു. ചേട്ടനാന്ന് പറഞ്ഞു. അപ്പോൾ SI ചോദിച്ചു, ചേട്ടൻ്റെ വേറൊരാളെ വണ്ടി ഓടിപ്പിക്കാൻ നിനക്കെന്തൊരു അവകാശം ഒന്നുമില്ലേ? അപ്പോൾ അല്ലേട്ടൻ പറഞ്ഞ് KK മേനോന് 10-40 ബസ്സുണ്ട്, അത് മുഴുവൻ ഓടിപ്പിയത് KK മേനോനാണെന്ന് ചോദിച്ചു. ഞങ്ങളെ കുറെ നേരം അവിടെ ഇരുത്തിച്ചു. ഭയങ്കര തമാശയില്ലേ, അത് ഭയങ്കര കോമഡി. നമ്മളെ ബുക്കും പേപ്പറും ലൈസൻസ് ഒക്കെ ക്ലിയർ അല്ലേ, അപ്പൊ പിന്നെ നമ്മള് കാശ് കൊടുക്കില്ലെന്ന് തന്നെ. അവര് 100, അന്നൊക്കെ 100ആണ്. അപ്പൊ പിന്നെന്തുട്ട വകുപ്പ് എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. പിന്നെ അവരിങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ചോദ്യം ചോദിക്കില്ലേ, ഈ 100 അടച്ച പൊക്കോ എന്ന് പറഞ്ഞു. അവരായി തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരു പാർട്ടീനെ കിട്ടിയിട്ട് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവര് അന്ന് ബൈക്കുകളൊക്കെ അപൂർവല്ലേ, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ ചക്ക നന്നാക്കൽ കഴിഞ്ഞു. അപ്പോൾ ചക്കച്ചോള നന്നാക്കൽ കഴിഞ്ഞു. അപ്പോൾ സരിത കുക്കർ എടുക്കാൻ പോയി, കുക്കറിൽ വേവിക്കാന്ന് ചെയ്യും. കലത്തില് അവിടെ വിറകടുപ്പിൽ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കുക്കറാണ് നല്ലതെന്ന് തോന്നി. കുക്കറിൽ 2 സ്റ്റെപ്പ് ചേച്ചി പറഞ്ഞു, 2 സ്റ്റെപ്പ് വിസിലടുപ്പിച്ച കാര്യം കഴിഞ്ഞു. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. നടന്ന സരിത മഴ തോളി ഓടിക്കോ. ഓടാനുള്ള മഴയൊന്നും ഇല്ല, നടക്കാനുള്ള മഴയുണ്ട്. നടക്കാനുള്ള മഴ ജഗ് ഇങ്ങോട്ട് പോയേ എൻ്റെ കയ്യിൽ ഈ സാധനം തന്നിട്ട് അവൻ പോയി. മഴ തോളി ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാൻ പോയി അടുത്ത് ചേച്ചി മുകളിലിട്ടാണ് തൂണോളി എടുക്കാൻ പോയിക്കാ. അല്ല ഈ വിറകൊക്കെ നനയല്ലേ. അതെ, ഞാൻ അതിന്റെ പേര് പായിച്ചിട്ട് പാമ്പ് അതിന്റെ മുകളിൽ കയറി കിടക്കണ്ടെന്ന് വെച്ചിട്ട് പായ കൊണ്ടിട്ടുണ്ട്. ഇതാവുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിൽ പാമ്പ് കയറിയിരിക്കുമോന്ന് ആൾക്കാർക്ക് പേടി. പാമ്പ് കടി അല്ല, ഒരു പാമ്പ് കടി അങ്ങനത്തെ ഒരു അപകടം ഉണ്ടായിട്ടും അല്ല ചേട്ടനെ അന്ന് പാമ്പ് കടി ആ വീഡിയോ നമ്മൾ ഇട്ടുല്ലോ. അപ്പോൾ അല്ല ചേട്ടൻ അറിഞ്ഞിട്ടില്ലേ ആ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞു തന്നേ. അല്ല ചേട്ടൻ പണിസ്ഥലത്ത് ചെന്നപ്പോഴാണ് അവിടെ ഉദ്യോഗസ്ഥന്മാർ മറ്റേ ഓഫീസ് ജോലിയിൽ ഇരിക്കണവരൊക്കെ ഇല്ലേ, അവരൊക്കെ വന്നിട്ട് എന്തിട്ടാ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് അല്ല ചേട്ടൻ അറിയണതൊക്കെ വീഡിയോ ഇട്ടു. അപ്പം അല്ല ചേട്ടൻ എന്നിട്ട് പിന്നെ വന്നിട്ട് നമ്മളോട് പറയാ. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാഷ്വാലിറ്റിയിൽ അല്ല ചേട്ടനെ അവിടെ അഡ്മിറ്റ് ആക്കിയല്ലോ അവർ കുറച്ച് സമയം ഒബ്സർവേഷനിൽ. അപ്പം നിനക്ക് ആ ആശുപത്രിയിൽ എടുക്കണ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടായിരുന്നില്ലേന്ന് തമ്പിലേ. എന്നിട്ട് അല്ല ചേട്ടനെ പാമ്പ് കടിച്ചു എഴുതാ, ഒരു മൂർക്കം പാമ്പിൻ്റെ പടവും കൊടുക്കുക തമ്പിൽ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ അല്ല ചേട്ടാ ആശുപത്രിയിൽ നിനക്ക് എടുക്കണ ഫോട്ടോയും കൂടി ആവുമ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ 2 ലക്ഷം പേര് കാണും. പക്ഷേ അങ്ങനെ നമുക്ക് വ്യൂസ് ഉണ്ടാക്കിയിട്ട് കയറില്ല. അത് നമ്മൾ ചെയ്യണത് ശരിയല്ലല്ലോ. ഇങ്ങനെ നമ്മളതിൻ്റെ ഇടയിൽ നമ്മളാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടാം അതിൻ്റെ അപ്പുറത്ത്. പക്ഷേ അത് അങ്ങനെ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ശരിയാവില്ലല്ലോ. അപ്പോൾ കുക്കറിൽ 2 ട്രിപ്പായിട്ടാട്ടോ അത് വേവിക്കാൻ പോണേ. വേവിച്ച് ഇന്ന് വെക്കുള്ളൂ. അപ്പോൾ ഇത് ഇരുട്ടാവ തുടങ്ങി. ഇനി നാളെ അല്ല ചേട്ടൻ നേരത്തെ എത്തും. അപ്പം നാളെയാണ് ഇതിൻ്റെ ബാക്കി പരിപാടി കേട്ടാ. വിസിലടുപ്പിക്കുന്നത് കാണിക്കുന്നില്ല, വിസിലടുപ്പിക്കണമൊന്നും കാണിക്കില്ല. 2 വിസിൽ ചേച്ചി ഇത്ര അടുപ്പിക്കും. അതെ, അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്ക് തോന്നുമ്പോൾ ചേച്ചി ഗ്യാസ് ഓഫ് ആക്കും. അപ്പം ഇനി നാളെ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ പിറ്റേ ദിവസമായി അല്ല ചേട്ടൻ അവിടെ ഈപ്പനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഞാനല്ല ചക്ക വേവിച്ച് കഴിഞ്ഞിട്ട് അത് മിക്സിയിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞു.
മിക്സിയിൽ അടിച്ചു വെച്ചോളാം പറഞ്ഞു. നമ്മള് വരുമ്പോഴേക്കും മിക്സിയിൽ അടിച്ചു വെക്കുന്നു പറഞ്ഞു. ഇപ്പൊ നേരെ തുടങ്ങണേ. കാരണം വെച്ചാൽ അല്ലാതെ പണി കഴിഞ്ഞ് വന്നത് പണി കഴിഞ്ഞ് വന്നത്. അപ്പൊ ഈ എന്തായാലും രാത്രിയാവും, ലേറ്റ് ഒക്കെ വെക്കേണ്ടി വരും തോന്നുന്നു. രാത്രി ഒന്നും ആവില്ല, അടിപൊളിയായിട്ട് തീ എത്തിച്ചാൽ മതി. തീ കത്തിക്കുന്നതിന് പിന്നെ അവിടെ കുറവില്ല ചേട്ടാ. ഇതെന്തുണ്ടെന്നറിയോ? ഏതാ ഇത്? വീടിൻ്റെ താക്കോല്, എൻ്റെ ഫോണ്, സരിതര ഫോണ്, അതൊക്കെ ഇന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ അല്ലെങ്കിൽ കയ്യിൽ നിറച്ച് അവളെ കയ്യിൽ പിടിച്ചു, ഇവിടെ കയ്യിൽ പിടിച്ചു. ജഗു എന്താ പറയുക, ഇങ്ങനത്തെ മറ്റേ ഇതിനെ പറയാ ഈ സാധനത്തിന് ഇങ്ങനെ കൊണ്ടുപോകണേ ഓഫ് റോഡ് ആണോ? അങ്ങനെയാണോ പറയാ? ഓഫ് റോഡ് സൈക്ലിംഗ് ആണോ? അങ്ങനെ എന്തോ പേരൊക്കെ പറയും. തുടങ്ങല്ലേ ചേച്ചിയുടെ കൈക്കോട്ട് കളിക്കാൻ? അതെ, കൈക്കോട്ട് കളിക്കാണ് ചേച്ചി. പുല്ല് അടിച്ചു വരുന്നില്ലേ? കണ്ണിന് കുഴപ്പമായതുകൊണ്ട്. അപ്പൊ നമ്മളുടെ ചക്കവരട്ടിൽ 2ാം ദിവസത്തേക്ക് കടന്നു. നമ്മളിവിടെ എത്തി. അപ്പോ ഇവിടെ ഉണ്ടല്ലോ ദേ അലചേട്ടൻ കൊറേ മിക്സിയിൽ അടിച്ചു വെച്ചു കൂട്ടാ. കണ്ട അടിച്ചു വെച്ചു. ബാക്കിയുള്ളത് ദേ ലാസ്റ്റത്തെ അടിക്കുകയാണ്. അപ്പൊ ഇവിടെ വേറെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അത്ഭുതകരമായ കാഴ്ച. ദാ അങ്ങോട്ട് നോക്കൂ. എത്ര കൊല്ലത്തേക്കുള്ളതല്ലേ ചേട്ടാ? ഈ വർഷക്കാലം തല്ലി തിന്നാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ. അത് പുത്തൂര് കാണിച്ചതല്ലേ? വെട്ടുകാടുന്ന്. ഇനി അതല്ലാണ്ട് ഇവിടെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന ചില ഡ്രൈ ഫ്രൂട്ട്സ് പലതരം. ചേട്ടനെ നോക്കിയിരിക്കണോക്ക് എലി പുന്നല് കണ്ട പോലെ എന്ന് പറയാല്ലേ ചേട്ടൻ. ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ വാൾനട്ട്. ഇത് വേറെ ടൈപ്പ് ഈന്തപ്പഴം, ഇത് കറുത്ത മുന്തിരി, ഇത് വേറെ ടൈപ്പ് അണ്ടിപ്പരിപ്പ്. കാണത് നടുപൊളിഞ്ഞ അണ്ടിപ്പരിപ്പ്. ഇത് മുകളിൽ മുഴുവനോടെ ഉള്ളത്. ഇത് മറ്റേ മത്തരകുരു. അങ്ങനെ എല്ലാ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കടലയും സാധനങ്ങളൊക്കെയാ. പയറ് കടല സാധനങ്ങൾ, പുല്ലും ചാമയും അങ്ങനത്തെ സാധനങ്ങളാ. അത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ളതല്ലേ ഇത്? കുറുക്കുണ്ടാക്കാനുള്ളത് കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചാണത്. ചക്ക വരട്ടൽ എന്ന് പറയുന്നത് കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ല ചേട്ടാ ഇവിടെ പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. അത് അത് ചുട്ടു തരും അല്ല ചേട്ടാ. അപ്പൊ അതിരുന്ന് നമ്മൾ തല്ലി തിന്നാം. അപ്പൊ അപ്പോഴത്തേതാവും മറ്റേത് നമ്മുടെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചേട്ടൻ അവിടെ ലേറ്റ് വെക്കുന്ന തിരക്കിലാണ്. ചേച്ചി പുല്ല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ 3.5 നാളികേരത്തിന്റെ പാല് എടുത്തിട്ടുണ്ട് കേട്ടാ. ക്ഷീണിച്ചിട്ടാണ് ചേച്ചി നിൽക്കണേ അടിച്ചു വാരിയിട്ട്. 3.5 നാളികേരത്തിന്റെ പാലെടുത്തിട്ടുണ്ട്. 1ാം പാലും 2ാം പാലൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ ചക്ക വേവിച്ചത് മിക്സിയിൽ അടിച്ചത് ഒഴിച്ചേക്കണേ. നാളികേരപ്പാല് ഞാൻ വിചാരിച്ചു പിന്നെ ചേർക്കാന്ന്, പക്ഷെ അതൊക്കെ കൂടി ചേർത്തു. ചേച്ചി എന്നിട്ട് ഹെൽപ്പ് ചെയ്തോ അല്ലേ ചേട്ടനെ? നാളികേരം ചെരുക്കി കൊടുത്തു. നാണം വരണേ. അതെ, തിന്ന് സഹായിച്ചു. ചേച്ചീനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചേട്ടൻ. ആദ്യത്തെ വട്ടം ചക്ക വരട്ടിയപ്പോൾ ചേച്ചി ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ ചെന്നില്ല. ആകെ ശർക്കര ഉരുക്കി കൊടുത്തോളൂ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ചേച്ചി തിന്ന് തീർത്തു. ചേച്ചിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഇത്രേ. അപ്പൊ 2ാം വട്ടം ഉണ്ടാക്കിയപ്പോൾ ചേച്ചി എന്തൊരു ചെയ്ത് കൊടുത്തേ? നാളികേരം ചെരുക്കി കൊടുത്തു. ഇത്തിരി കൂടി ആയിണ്ടായിരുന്നു അല്ലെ? 2ാം വട്ടത്തെ ഇത്തിരി ആവല് കുറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞത് ആദ്യത്തെ ട്രിപ്പ് കൊണ്ടുവന്നതിനേക്കാളും ഫസ്റ്റത്തെ വട്ടത്തെ ടേസ്റ്റ് കൂടുതലായിരുന്നേ ഇല്ലേ? 2ാം വട്ടം ഉണ്ടാക്കി ചേച്ചി കഴിച്ചില്ലേ? അത് ശരി. അങ്ങനെ അണ്ടിച്ചൂടൽ പ്രക്രിയ ആരംഭിച്ചു. ആദ്യത്തെ അലുവയില് ആണ്ട്, അണ്ടിയിലാണ്ട്, 2ലാണ്ട്. ഇതിനാണെങ്കിൽ അവിടെയുണ്ട് പുക, ഇവിടെയുണ്ട് പുക. ഇതില്ലേ അവിടെ ഇല്ലാന്നാ? അപ്പൊ നിങ്ങക്ക് പാക്കറ്റ് അണ്ടി കിട്ടുള്ളൂന്ന്. ഈ അണ്ടി കിട്ടില്ലേന്ന്? അവനവിടെ അണ്ടി കിട്ടില്ല. അവൻ അത്ഭുതത്തോടെ ചുടുന്നത് നോക്കിന്ന് പറഞ്ഞാൽ അത് സാജൻ ബംഗാളില്. ശരിക്ക് നാട് കൽക്കട്ടെ. കൽക്കട്ട ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? 15 വർഷമായിട്ട് നമ്മുടെ പണിസ്ഥലത്ത്, സ്വർണ്ണപ്പണി സ്ഥലത്തുള്ളതാണ് സാജൻ. എന്താ പേര് ശരിക്കും?
സാജൻ. അല്ല വല്ല റോയി അവസാനം പേരുകളുണ്ടാ ബാക്കില് സാജൻ മാത്രല്ല. അത് ഇവൻ മലയാളം പഠിച്ചു, പക്ഷെ നമ്മുടെ അവിടെ ഒരു ഒറ്റാള് ബംഗാളി ഭാഷ പഠിച്ചില്ല. കാരണം ഇവിടെ അല്ല ചെറുതായിട്ട് പഠിച്ചത് കുമാര, മറ്റേ കുമാർ ചെറുതായിട്ട് അവനറിയോ. ഇവരവിടെ ഇതുണ്ടല്ലേ നമ്മുടെ സപ്പം ബായി മരിച്ചു പോയിട്ടാ. കുറഞ്ഞതായിരുന്നു അല്ലേ ആളുടെ മാറിന്നൊക്കെ പറഞ്ഞതായിരുന്നു, പിന്നെ പെട്ടെന്ന് എന്താ ഉണ്ടായോ. തീ പിടിച്ചു നീ മോന്ത പോണ്ടട്ടാ. അല്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞ നമ്മളോട് തന്നെ പറഞ്ഞല്ലേ. ഞാൻ മൂടിയിരിക്കും നീ നമ്മളതിനെ അണ്ടി ചൂടാറുണ്ടോ പണ്ട്? മുമ്പ് എപ്പോഴോ ചെയ്തിട്ടുണ്ടല്ലോ അച്ഛൻ. അയ്യോ അലക്കണ്ട ആകെ പുക. നമ്മള് പഴയകാലത്ത് മണ്ണിലാണ് ഇത്. വർഷാല കാരണം ഞാൻ വെണ്ണൂറിലിട്ട് വെച്ച് നോക്കുക. മണ്ണൊക്കെ നനഞ്ഞെടുക്കല്ല അത് കാരണം. ഈ നമ്മുടെ അടുത്ത പണിയിലേക്ക് തുടങ്ങും. അല്ലല്ല, അടുത്ത പണിയാണ് മെയിൻ പണി. അതിനാണ് നമ്മള് വന്നേ. ചക്ക വരട്ടൽ. ഇത് വേണ്ടിയിരിക്കുന്നു. അതടിച്ചു വെള്ള. അത് പോയി, വെള്ള പോയി. നീലുണ്ട്. ഇപ്പുറത്തടിക്കാൻ. അതെ ഇനി അടിക്കണ ഇപ്പുറത്തടിക്കണ പെലാൻ അടിക്കണം. മാർഡോണയും പെലയല്ലേ പറയുമ്പോ? പെലയാണ് വലുത്, മാർഡോണയാണ് വലുത്. അല്ല വലുതല്ല, കഴിവ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരാ മാർഡോണ? പെലേര കാലത്ത് പെലേര ടീമില് ബ്രസീലില് ഗംഭീരമായി താരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. രണ്ടുപേരും. മാർഡോണ എന്ന് പറഞ്ഞൊരു ശരാശരി ഒരു സാധാരണ ടീമിനെ വെച്ചിട്ടുണ്ട് മാർഡോണ ലോകകപ്പ് വിജയം നേടിയിട്ടുള്ളത്. അല്ല പെല 2-3 പങ്കാളിയായിട്ടുണ്ട്. പക്ഷെ അതിൽ അന്ന സമയത്ത് ഗാരിഞ്ച ഗംഭീരമായി താരങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. പേരുകളൊക്കെ ഞാൻ മറന്നുപോയി. ഇവിടത്തെ പട്ടികൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ പേരൊക്കെ ഇവിടുത്തെ പട്ടികൾ കിട്ടാനെ. ഗാരിഞ്ച എന്നുള്ള പേര് ഒരാൾക്ക് പേരുട്ടെ. നീ ഒരു നായിക്ക് അടുത്തത് കണ്ട ഇപ്പൊ ഒരെണ്ണ ഓർമ്മ വന്നു. അപ്പൊ അടുത്ത പട്ടിക്കുള്ള പേര് അലുവ. അല്ല അത് അളപ്പത്ത് വെച്ചു. ഇങ്ങോട്ട് ഇത്തിരി ചെരിവുണ്ട് കേട്ടാ. നേരത്തെ വെച്ച് കറക്റ്റ് ആയിരുന്നു. പോരാ, ചെരിവുണ്ട്. ചെരിവുണ്ട് വലതേന്റെ അവിടേക്ക് ചെരിവുണ്ട്. ഇവിടെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. വേണ്ട ചേട്ടാ, ആൾക്കാർ ചിരിച്ച്. ജഗ്ഗു വിളിക്കുന്നു. കളിച്ചോ. ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോണ്ട്. കുരിച്ചിറ. കുരിച്ചിറക്കി ഇതന്നെ ദീ കാട്ടി കൂടണ തന്നെ.